നമസ്തേ. ഇന്ന് നമ്മൾ സൂര്യ നമസ്കാരമാണ് ചെയ്യാൻ പോകുന്നത്. സൂര്യ നമസ്കാരം 12 സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അതൊരു എനർജി ഫ്ലോ കൂടിയാണ്. സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നതോടെ ഫുൾ ബോഡി സ്ട്രെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെയിറ്റ് ലോസിന് വേണ്ടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ രാവിലെയാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ആ ദിവസം നമുക്ക് ആക്ടിവേറ്റ് ആയി ഫുൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ നമസ്കാരം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി വൈകുന്നേരമാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് വെച്ചാൽ അതും വേറെ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ്സ് നൽകുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഫുൾ ഡേ വർക്ക് അല്ലെങ്കിൽ ഫുൾ ഡേ സ്കൂള് കോളേജ് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഫുൾ സ്ട്രെസ്സായി ആകെ നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വൈകുന്നേരങ്ങളിൽ സൂര്യ നമസ്കാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് നമ്മളുടെ മൈൻഡ് കാമാക്കി ബോഡി ഫുൾ ഒന്ന് കാമാക്കി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പലതരം സൂര്യ നമസ്കാരം ഉണ്ട്. ഹഠയോഗ സൂര്യ നമസ്കാരം, അഷ്ടാംഗ സൂര്യ നമസ്കാരം, വിന്യാസ ഫ്ലോ, അങ്ങനെ മെയിൻ ആയിട്ട് ഈ 3 തരങ്ങളിലാണ് ഉള്ളത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്റ്റെപ്പുകൾ സൂര്യ നമസ്കാരത്തിൽ ആഡ് ചെയ്ത് നമുക്ക് തന്നെ നമ്മളുടെ ഓൺ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹഠയോഗ സൂര്യ നമസ്കാരമാണ്. അപ്പൊ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ സൂര്യ നമസ്കാരം, ഹഠയോഗ സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് മാറ്റിലേക്ക് നിൽക്കാം. അപ്പൊ നമുക്ക് ഇനി ഓരോരോ സ്റ്റെപ്പുകളായിട്ട് എങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം മാറ്റിന് ഫ്രണ്ടിലേക്കായിട്ട് നിൽക്കണം. മാറ്റിന് ഫ്രണ്ടിൽ നമ്മൾ സമസ്ഥിതിയിലാണ് നിൽക്കുന്നത്. സമസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലുകളും അടുപ്പിച്ച് വെച്ച് കൈകൾ ശരീരത്തോട് അടുപ്പിച്ച് വെച്ച് ഷോൾഡർ ഒന്ന് ബാക്കിലേക്ക് റോൾ ചെയ്ത് നേരെ നോക്കി നിൽക്കുന്നതാണ് സമസ്ഥിതി. ഇതാണ് നമ്മളുടെ ബേസ് പൊസിഷൻ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സമസ്ഥിതിയിൽ നിൽക്കുന്നു. സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ബ്രീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യം ഒരു ശ്വാസം എടുക്കാം. ഇൻഹേൽ, എക്സേൽ ചെയ്ത് 2 കൈകളും ഷോൾഡർ ലെവലിലൂടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് തൊഴുത് പിടിച്ച് ചെസ്റ്റിന് ഫ്രണ്ടിലായിട്ട് അഞ്ജലി മുദ്ര കൊണ്ടുവരണം. ഈ ഒരു പോസിന് നമ്മൾ പറയുന്നത് പ്രണാമാസൻ എന്നാണ്. ആദ്യം പ്രണാമാസൻ നമ്മൾ പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻഹേൽ ചെയ്ത് ഹസ്ത ഉത്താനാസനാണ് ചെയ്യുന്നത്. അത് 2 കൈകളും സൈഡിലൂടെ കൊണ്ടുവന്ന് ലോവർ ബാക്കിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ആദ്യം സ്പൈൻ മുഴുവനായി ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുത്ത് പിന്നെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ഹസ്ത ഉത്താനാസൻ. ഇനി ഇവിടെ നിന്നും ബട്ടക്സ് ഒന്ന് ബാക്കിലേക്ക് തള്ളിക്കൊടുത്ത് കൈ താഴേക്ക് കൊണ്ടുവന്ന് സൈഡിലേക്ക് വെക്കാം. നേരെ നോക്കാം. നെറ്റി മുട്ടിലേക്ക് വെട്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് പാദഹസ്താസൻ. ഇനി ഇവിടെ നിന്നും വലത് കാൽ ബാക്കിലേക്ക് എടുത്തു വെക്കാം. വലത് കാൽ ബാക്കിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഇടത് കാൽ 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കൈ കാല് ഇത് മുഴുവൻ ഒരു ലൈനിലായിരിക്കണം വരേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 90 ഡിഗ്രി ആയിരിക്കണം. വലത് കാൽ ബാക്കിലേക്ക് മുഴുവനായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടോസ് ഔട്ട് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ഹിപ്പ് നമ്മൾ മാക്സിമം ഡൗൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഷോൾഡർ ഡൗൺ ചെയ്യണം. എൽബോസ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കഴുത്ത് തിരിച്ച് മുകളിലേക്ക് നോക്കാം. അശ്വസഞ്ചലനാസൻ. ഇത് കഴിഞ്ഞ് എക്സേൽ ചെയ്ത് പ്ലാങ്ക് പോസിലേക്ക് വരാം. ഇടത് കാൽ വലത് കാലിന്റെ ഒപ്പം വെച്ച് ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കണം. ഈ സമയം നമുക്ക് വയറിന്റെ ഭാഗത്തായിരിക്കും സ്ട്രെച്ച് ചെയ്യുക. കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം. നേരെ നോക്കാം. ഇനി ഇവിടെ ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്ത് അഷ്ടാംഗ നമസ്കാരം. 8 അംഗങ്ങളാണ് നമ്മൾ ഇവിടെ ടച്ച് ചെയ്യുന്നത്. കാൽവിരലുകൾ, കാൽമുട്ട്, ചെസ്റ്റ്, കൈപ്പത്തി, താടി. ഇതാണ് അഷ്ടാംഗ നമസ്കാരം. നമ്മൾ കൈ സൈഡിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യരുത്, ബാക്കിലേക്ക് വേണം പോയിന്റ് ചെയ്യാൻ. ഇനി ഇവിടെ നിന്നും ഭുജംഗാസൻ. 2 കാലുകളും ബാക്കിലേക്ക് വലിച്ചു കൊടുത്ത്
അടിവയർ മാറ്റിൽ പ്രസ് ചെയ്ത് അപ്പർ ബോഡി മുകളിലേക്ക് ഉയർത്തുന്നു. ഈ സമയം ഷോൾഡർ ഡൗൺ ചെയ്യണം, എൽബോസ് ബെൻഡ് ചെയ്യണം, എന്നിട്ട് മുകളിലേക്ക് നോക്കാം. ഇനി ഇവിടെ നിന്നും പർവ്വതാസനയിലേക്ക് വരുന്നു. ടോസ് പ്രസ് ചെയ്ത് കാൽപാദം മാറ്റിൽ ടച്ച് ചെയ്യുന്നു. ഈ സമയം എൽബോസ് അതുപോലെ കാൽമുട്ട് സ്ട്രെയിറ്റ് ആയി വെക്കണം. തല മാറ്റിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. നേവൽ റീജിയനിലേക്ക് നോക്കണം. ഇനി ഇവിടെ നിന്നും റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുന്നു. കൈകളുടെ സെന്ററിലേക്ക് വെക്കുന്നു. അശ്വസഞ്ചലനാസൻ. ഈ സമയം ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ടോസ് ഔട്ട് ചെയ്ത് ഹിപ്പ് ഡൗൺ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ എൽബോസ് ബെൻഡ് ചെയ്ത് ഷോൾഡർ ഡൗൺ ചെയ്ത് മുകളിലേക്ക് നോക്കുന്നു. ഇനി ഇവിടെ നിന്നും പാദഹസ്താസൻ, ഹസ്ത ഉത്താനാസൻ, പ്രണാമാസൻ. ഇത് ഒരു സൈഡാണ്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. അതായത് വീണ്ടും ഹസ്ത ഉത്താനാസൻ, പാദഹസ്താസൻ, ലെഫ്റ്റ് ലെഗ് ബാക്ക്, പ്ലാങ്ക് പോസ്, അഷ്ടാംഗ നമസ്കാർ, ഭുജംഗാസൻ, പർവ്വതാസൻ, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ട്, പാദഹസ്താസൻ, ഹസ്ത ഉത്താനാസൻ, പ്രണാമാസൻ. ഇതാണ് 1 റൗണ്ട് ഓഫ് സൂര്യ നമസ്കാരം. അപ്പോൾ നമ്മൾ ചെയ്തതില് ആദ്യം പറഞ്ഞതുപോലെ പ്രണാമാസൻ, ഹസ്ത ഉത്താനാസൻ, പാദഹസ്താസൻ, അശ്വസഞ്ചലനാസൻ, റൈറ്റ് ലെഗ് ബാക്ക്, പ്ലാങ്ക് പോസ്, അഷ്ടാംഗ നമസ്കാർ, ഭുജംഗാസൻ, പർവ്വതാസൻ. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിവേഴ്സ് ആണ് വന്നത്. അശ്വസഞ്ചലനാസൻ ചെയ്തു, അതിനുശേഷം പാദഹസ്താസൻ, ഹസ്ത ഉത്താനാസൻ, പ്രണാമാസൻ. ഇത്രയാണ് ഒരു സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഈ സൂര്യ നമസ്കാരം നമ്മൾ ഡെയിലി ഒരു 5 to 6 റൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ആയി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഹഠയോഗ സൂര്യ നമസ്കാരം നമുക്ക് ഏതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ചെയ്യാം. അതായത് ബിഗിനേഴ്സിന് ചെയ്യാം, ഇന്റർമീഡിയറ്റ്കാർക്ക് ചെയ്യാം, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സൂര്യ നമസ്കാരമാണ് ഹഠയോഗ സൂര്യ നമസ്കാരം. ഇനി നമുക്ക് ബെനിഫിറ്റ്സ് കുറച്ചുകൂടെ കൂടണം, അതല്ല നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ വേറെ രീതിയിൽ ഫ്ലോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഷ്ടാംഗ സൂര്യ നമസ്കാരം ഉണ്ട്, അതുപോലെ തന്നെ വിന്യാസ ഫ്ലോ ഉണ്ട്. അങ്ങനെ പലതരം സൂര്യ നമസ്കാരങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഹഠയോഗ സൂര്യ നമസ്കാരം നമുക്ക് ഏതൊരാൾക്കാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പൊ തുടക്കത്തിലെ നമ്മൾ 10-12 റൗണ്ട്സ് ഒന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പതുക്കെ ചെറിയ രീതിയിൽ വേണം തുടങ്ങാൻ. അതായത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ ഒരു റൗണ്ടേ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ടയേർഡ് ആവും. അങ്ങനെ ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ശവാസന കിടന്ന് നമ്മൾ റിലാക്സ് ചെയ്യാം. അല്ലാതെ നമ്മൾ ടയേർഡായി വീണ്ടും ചെയ്യരുത്. നമ്മളുടെ ബോഡിയെ അതായത് നമ്മൾ തന്നെ സ്ട്രെയിൻ കൊടുത്ത് ചെയ്യരുത്. കാരണം ഇത് വർക്ക് ഔട്ട് അല്ല, വർക്ക് ഇൻ ആണ് യോഗ. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നത്. നമ്മുടെ എനർജി കളയാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മൾ എപ്പോൾ ടയേർഡ് ആണെന്ന് തോന്നുന്നോ അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്യണം, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ റൗണ്ടുകളുടെ എണ്ണം കൂട്ടരുത്. പതുക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ശരിക്ക് കുറെ ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് 108 സൂര്യ നമസ്കാരം ചെയ്യാം ഒറ്റയടിക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ബെനിഫിറ്റ്സ്. അതൊക്കെ ചെയ്യാം, പക്ഷെ അതിന് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം റെഡി ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ റെഡി ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് നമ്മുടെ ബോഡി അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ 108 സൂര്യ നമസ്കാരം ഒറ്റയടിക്ക് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്നില്ല. പകരം നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന പോലെ ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് യോഗ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എനർജി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. വർക്ക് ഇൻ ആണ് യോഗ, വർക്ക് ഔട്ട് അല്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്തേ.